ചെവി കേട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയതില്ല. കണ്ണു കണ്ടില്ല, ചെവി കേട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയതില്ല. യഹോവ നമുക്കായി കരുതിയിട്ടുണ്ട്, യഹോവ നമുക്കായി പ്രവർത്തിച്ചിടും. യഹോവ എനിക്കായി കരുതിയിട്ടുണ്ട്, യഹോവ എനിക്കായി പ്രവർത്തിച്ചിടും. നാളെ കുറിച്ചു നീ ഭാരപ്പെടേണ്ട, നാളെ നിനക്കായി കരുതിയിട്ടുണ്ട്. നാളെ കുറിച്ചു നീ ഭാരപ്പെടേണ്ട, നാളെ നിനക്കായി കരുതിയിട്ടുണ്ട്. ക്ഷാമകാലത്തും ക്ഷേമമായി ഏലിയാവിൻ ദൈവം കരുതിയിട്ടുണ്ട്. ക്ഷാമകാലത്തും ക്ഷേമമായി ഏലിയാവിൻ ദൈവം കരുതിയിട്ടുണ്ട്. കണ്ണു കണ്ടില്ല, ചെവി കേട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയതില്ല. കണ്ണു കണ്ടില്ല, ചെവി കേട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയതില്ല. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വോക്ക് വിത്ത് ദ വൈസ് മാൻ, ജ്ഞാനികളോട് കൂടി നടക്കുക. സദൃശവാക്യങ്ങൾ 13 അധ്യായത്തിന്റെ 20 വാക്യം. ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 13 verse 20. He that walks with wise men shall be wise, but a companion of fools shall be destroyed. ജ്ഞാനികളോട് കൂടെ നടക്കുക, നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാറുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം, പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വോക്ക് വിത്ത് ദ വൈസ് മാൻ, ജ്ഞാനികളോട് കൂടി നടക്കുക. ജ്ഞാനിയായി തീരുവാനുള്ള എളുപ്പമാർഗമാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുവന് വലിയവനായി തീരുവാനുള്ള പ്രധാന മാർഗം ജ്ഞാനികളെ പിൻപറ്റുക എന്നതാണ്. അപ്പോൾ അവൻ അവരുടെ നടപ്പും വിരിപ്പും സംസാരവും എല്ലാം അതേപടി പകർത്തുവാൻ ശ്രമിക്കും. തുടർന്ന് വിവേകമുള്ള പെരുമാറ്റം ശിഷ്യന്മാർക്ക് കിട്ടിത്തുടങ്ങും. സാധാരണ നാം കേട്ടിരിക്കുന്ന ഒരു പഴഞ്ചൊല്ല്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന ആപ്തവാക്യം ഈ ബന്ധത്തിൽ പരിഗണാർഹമാണ്. വചനം പറയുന്നു, സങ്കീർത്തനങ്ങൾ 14:2, Psalm 14 verse 2, The Lord looks down from heaven on the children of man to see if there are any who understand, who seek after God. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ജ്ഞാനിയാകണോ, ഉന്നതനാകണോ? വെരി സിമ്പിൾ, ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ദൈവം സ്വർഗത്തിലിരുന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നുവെന്ന് വചനം പറയുകയാണ്. ദൈവം അന്വേഷിക്കുന്നവർ ആരെയാണെന്ന് വളരെ ക്ലിയർ ആണല്ലോ. ആരും ജ്ഞാനിയായി ജനിച്ചതല്ല, ജ്ഞാനം സമ്പാദിച്ചതാണ്. വിജ്ഞാന ഗ്രന്ഥങ്ങൾ വായിക്കുന്നവരും മാതാപിതാക്കളെ അനുസരിക്കുന്നവരും സർവോപരി എല്ലാറ്റിനും ഉപരി ദൈവത്തെ അന്വേഷിക്കുന്നവരും ആശ്രയിക്കുന്നവരും ഒരു പരിധിവരെ ജ്ഞാനം പ്രാപിച്ചവരായി തീരും. എന്നാൽ ആത്മജ്ഞാനം പ്രാപിക്കാൻ ആത്മനിയന്ത്രണവും സ്വയം ശിക്ഷണവും അത് സമ്പാദിക്കാനുള്ള അഭിനിവേശവും ആഗ്രഹവും ഉണ്ടായിരിക്കണം.
ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആരുടെ കൂടെ നടക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. ജ്ഞാനികളോട് കൂടെ നടക്കുക. ആത്മശോധന ചെയ്യുക, ആരുടെ കൂടെയാണ് നടക്കുന്നത്. ആ നടപ്പ് ശരിയല്ലെങ്കിൽ സ്തോത്രം, ജ്ഞാനത്തിന്റെ ഉറവിടമായ യേശുക്രിസ്തുവിന്റെ കൂടെ നടക്കുക. ഹാനോക്ക് walked with God. റിസൾട്ട് ഉണ്ടായിരുന്നു, ദൈവം അവനെ എടുത്തു. ഹല്ലേലൂയ. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഓരോ കൂട്ടായ്മയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയിലുള്ള ഓരോ മക്കളും ഹല്ലേലൂയ പടചേർത്തവന്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളായി അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ, ജ്ഞാനികളായി തീരുവാൻ, ഉന്നതിയിലേക്ക് നടന്നെടുക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യ അനുഗ്രഹിക്കണമേ. എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. വളർന്നു വരുന്ന സ്തോത്രം എല്ലാ മതസ്പർദ്ധകളും മാറി ഹല്ലേലൂയ പരസ്പര ദൈവസ്നേഹമുള്ള, പരസ്പരം മനുഷ്യത്വമുള്ളവരായി ജീവിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. ഞങ്ങൾ ഓരോ സംസ്ഥാനങ്ങളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. വിശേഷാൽ കർണാടകത്തെയും കേരളത്തെയും തമിഴ്നാടിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോ ഭവനങ്ങളെയും തിരുക്കരങ്ങളിൽ തരുന്ന ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ മാവുഴക്കുന്ന തൊട്ടിയെ അനുഗ്രഹിക്കണമേ, തുരുത്തിയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ തോട്ടങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സുകൾ സമർപ്പിക്കുന്ന അതിരുകളെ വിശാലമാക്കണമേ. ഹല്ലേലൂയ. കവിഞ്ഞൊഴുകുന്ന ഒരു ഒഴുക്ക്, ഹല്ലേലൂയ ഒരു അഭിവൃദ്ധി ഈ വർഷത്തിൽ എല്ലാ മക്കൾക്കും കൊടുക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി നന്ദി. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രത്യേകമായി സമർപ്പിക്കുന്നു. മക്കൾ ജ്ഞാനികളായി മാറട്ടെ. ജ്ഞാനത്തിന്റെ ഉറവിടമായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവയ മക്കളെ ലീഡ് ചെയ്യുന്നതിനായി സ്തോത്രം. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പോ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യമാകുന്നു. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യമാകുന്നു. കൈകളാൽ പണിയാത്ത നിത്യകൂടാരം നാഥൻ നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. കൈകളാൽ പണിയാത്ത നിത്യകൂടാരം നാഥൻ നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. കണ്ണു കണ്ടില്ല, ചെവി കേട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയതില്ല. കണ്ണു കണ്ടില്ല, ചെവി കേട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയതില്ല. യഹോവ നമുക്കായി കരുതിയിട്ടുണ്ട്. യഹോവ നമുക്കായി പ്രവർത്തിച്ചിടും. യഹോവ എനിക്കായി കരുതിയിട്ടുണ്ട്. യഹോവ എനിക്കായി പ്രവർത്തിച്ചിടും.